പറയാനുള്ള മറുപടികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതെ നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്കാം, ഞാൻ നേരിട്ട് സംസാരിക്കാം. പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. കിച്ചുവിൻ്റെ ഒരു 6 മിനിറ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിക്കാരൻ ലൈവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ചാനലിൽ. നിങ്ങൾ കിച്ചുവിൻ്റെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനായിട്ട് പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു ആ ലൈവിൻ്റെ ഇടയിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് എനിക്കെതിരെ വേണമെങ്കിൽ പെണ്ണ് കേസുകൾ വരെ കൊണ്ടുവരാം, പക്ഷേ ആരും വിശ്വസിക്കരുത്, എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം എന്നുള്ള രീതിയിൽ കിച്ചു പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ആ പയ്യൻ ഇപ്പം വന്ന് ഇങ്ങനൊരു കാര്യം വെറുതെ പറയത്തില്ല. അവൻ മുൻകൂറായിട്ട് ഈ ഒരു സാധനം പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് തന്നത്. അതായത് വേണമെങ്കിൽ അവനെതിരെ ഒരു ഫേക്ക് അലിഗേഷനായിട്ട് പല ആൾക്കാരും വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കടേ. ഈ പറയുന്ന രേണുവോ അല്ലെങ്കിൽ രേണുവിൻ്റെ വീട്ടുകാർക്കോ വേറെ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അപ്പോൾ അവരൊക്കെ എത്രത്തോളം വൃത്തികെട്ട ആൾക്കാരായിരിക്കും. ഈ ഒരു കൊച്ചു പയ്യൻ്റെ പേരിലൊക്കെ ഇങ്ങനൊരു അലിഗേഷനൊക്കെ ആണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും കിച്ചുവിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. വേറൊന്നും പറയാനായിട്ട് വന്നതല്ല. ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. അവൻ പറയുന്നുണ്ട് അവൻ്റെ പണ്ടത്തെ കാര്യങ്ങൾ അവൻ പറഞ്ഞതേ ഉള്ളെന്ന്. കുറേ ആൾക്കാർ കിച്ചുവിനെ ആരോ നിർബന്ധിച്ച് വീഡിയോ ചെയ്യിപ്പിച്ചു, ആരോ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്നത്. പ്രധാനമായിട്ട് പറഞ്ഞ ആരാണ്? രേണു സുധിയാണ്. അവൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടെ. അവൻ പറഞ്ഞ അവൻ്റെ ലൈഫ് സ്റ്റോറിയാണ്, അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അവൻ വന്ന് പറഞ്ഞത്. അല്ലാതെ അവനെ ആരും ഇവിടെ ഫോഴ്സ് ചെയ്തിട്ടില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. വളരെ നല്ല കാര്യമാണ്. കാര്യം കിച്ചുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ അമ്മമാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ കിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഡിക്റ്റഡ് ആണ്. അപ്പം ഇവൻ്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് പല ആൾക്കാരെയും പല യൂട്യൂബേഴ്സിനെയൊക്കെ പലരും സമീപിക്കുന്നുണ്ട്. എന്തിന്? കിച്ചുവിൻ്റെ ഫീസ് വരെ അടച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓരോരുത്തരെയൊക്കെ കോൺടാക്ട് ചെയ്ത വിവരമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതായത് വേറെ ഒന്നുമല്ല, അവനോടുള്ളൊരു സ്നേഹമാണത്. കാര്യം ഈ ഒരു ഇതേ കണക്കുള്ളൊരു കൈൻഡ് ഓഫ് സ്നേഹമായിരുന്നു ഈ പറയുന്ന രേണുവിൻ്റെ അടുത്തും ആൾക്കാർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വാടക പോലും കൊടുക്കാനായിട്ട് നിവർത്തിയില്ലാതെ ഇരുന്ന സമയത്ത് അന്ന് രേണുവിനെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ സ്നേഹിച്ചതാണ്. ഇപ്പം രേണുവായിട്ട് തന്നെയാണ് ഇവരെ എല്ലാവരെയും വെറുപ്പിച്ചത്. ഇപ്പം രേണു എന്തോ അങ്ങ് മതിമറന്ന് നടക്കുമല്ലേ. ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറെ കുറച്ച് ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആ വീഡിയോയ്ക്കകത്ത്. അവൻ എവിടെയും വലിയ രീതിയിൽ ഈ പറയുന്ന രേണുവിനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ പോലും അവൻ്റെ ഉള്ളിൽ കിടന്ന സങ്കടമാണ് അവൻ പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാനായിട്ട് നോക്കിയത്, അല്ല വേറെ ഒന്നുമല്ല. അപ്പം ഇനിയും അതിനെ വളച്ചൊടിച്ചിട്ട് യവനെ ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയണത് അത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. യവനെതിരെ നിങ്ങൾ വെറ്റ് വെച്ചോ. ഇപ്പോൾ ഇനിയിപ്പം പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതായത് വേണമെങ്കിൽ ഇവനെതിരെ ഒരു പെണ്ണ് കേസ് വരെ ഇവരെല്ലാവരും കൂടെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. മോശമായിട്ട് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ വേറെ മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഇഷ്യൂ ഒക്കെ വല്ലതും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമൊന്നുമല്ല. അവൻ ആകെപ്പാടെ 10-22 വയസ്സുള്ളൊരു കൊച്ചു പയ്യൻ, അവൻ്റെ കരിയർ നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തികൾ വേറെ ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശക്തമായിട്ടും അതിനെതിരെ പ്രതികരിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. അവനൊരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അവൻ ഈ പറയുന്ന ഒരുപാട് ദുശ്ശീലങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം അവൻ നിർത്തി. അവൻ തന്നെ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ കൺഫസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവൻ്റെ പടലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് വേറൊരു രീതിയിലോട്ടൊരു ഇവനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും നമ്മൾ ആരും കണ്ടുകൊണ്ടിരിക്കത്തില്ല. എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം, അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ പോകും. കേട്ടോ, അവൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നെ പറ്റി വേണമെങ്കിൽ ന്യൂസുകളൊക്കെ വരാം,
പക്ഷെ അതൊന്നും ഒരിക്കലും എന്നെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നവ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഉള്ളിൽ ഇവൻ ഭയക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും നാൾ അവൻ പേടിച്ചായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറയാതെ മിണ്ടായിരുന്നത്. അപ്പോൾ ഇവന് നല്ല പേടിയുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ രേണു സുധിയൊക്കെ ആൾക്കാർ തലചോദോട്ട് നടക്കുന്നുണ്ടല്ലോ. രേണുവൊക്കെ നമ്മൾ കാണുന്ന കണക്കൊന്നുമല്ല. ഇന്ന് രേണുവിൻ്റെ ഒരു വീഡിയോ ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തത്, അതായത് ഷഫീന ബീവിക്കെതിരെ. അതിനകത്തുണ്ട് ഒരു രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു റിയൽ ക്യാരക്ടർ. എന്തായാലും ഇന്ന് നാട്ടിൽ എത്തുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും വേഗം തന്നെ എത്തിയിട്ട് എന്തായിരിക്കും പറയുന്നത് എനിക്കൊന്ന് കാണണം മീഡിയക്കാരുടെ അടുത്ത്. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടാ. ഇപ്പം ഇതിനെപ്പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇനിയിപ്പോ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. കേട്ടല്ലോ, പെണ്ണിനെ കയറി പീഡിപ്പിച്ചു എന്ന് വരെ വരാം ന്യൂസുകളൊക്കെ. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അത്ര തറ പരിപാടി കാണിക്കുന്നതാണെന്നാണ് ഇവ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കലും ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ കിച്ചുവിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഭയമുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ തോന്നുന്നത് ഇവൻ രക്ഷപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവനെങ്ങാനും ആ കോട്ടയത്ത് വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ചെറുക്കന് ജീവനോടെ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവൻ്റെ വഴിക്ക് എവിടെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോയി വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ആയിപ്പോയാനെ. അവൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ വലിയൊരു കാര്യമായിട്ട് കരുതിയാൽ മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇവൻ അനുഭവിച്ച് ഇവൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞതിന് ശേഷം ഇവനെതിരെ വരുന്ന വീഡിയോസ് എന്തിന് ഈ രേണു സുധി ഓരോ വീഡിയോസിനെ താഴെ പോയിരുന്ന കമൻ്റ് ഇടുന്നത്, പോരാത്തതിന് ഇപ്പോൾ ഇവൻ വന്ന് പറയുന്ന ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. അവൻ എത്രത്തോളം ഒരു വളരെ മോശം സിറ്റുവേഷനിലൂടെ ആയിരുന്നായിരിക്കും അവരുടെ കൂടെയൊക്കെ അവൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടാടൊപ്പം നിൽക്കുക. എനിക്കൊന്നേ പറയാനുള്ളൂ, നിൻ്റെ പാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനിയും പഴയതുപോലെ പോകുന്നൊരു സാഹചര്യത്തിലോട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ അത് നിൻ്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ് ആയിട്ട് നശിക്കത്തേ ഉള്ളൂ. ഒരു മനുഷ്യർ ഈ പറയുന്ന ജയ് വിളിക്കുന്ന ഒരു മനുഷ്യരും കാണത്തില്ല നിന്നെ സപ്പോർട്ട് ചെയ്യാൻ. എല്ലാവരും നിന്നെ കല്ലെറിയത്തേ ഉള്ളൂ. അങ്ങനൊരു സാഹചര്യത്തിൽ നീ പോവാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ് മോനെ. അല്ലാതെ അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കിച്ചുവിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പണ്ടേ അറിയാവുന്നതാണ്. അറിഞ്ഞിട്ടും ഞങ്ങൾ ഒരിക്കലും കിച്ചുവിനെ പബ്ലിക്കിൻ്റെ മുന്നിലെടുത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾ മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല. പോട്ടെ, അവൻ പയ്യനല്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നേരെയായി കണ്ടാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അവൻ തന്നെ വന്ന് കൺഫസ് ചെയ്തത് വലിയൊരു കാര്യമാണത്. ഞാനൊരു വലിയ റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം. എല്ലാവർക്കും വളരെ നന്ദി. കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നെ. അതൊക്കെ മതി എനിക്ക്, ആ സപ്പോർട്ടൊക്കെ മതി. ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. വേറെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് വന്നില്ല ഞാൻ. ഇങ്ങനെ അമ്മേനെ മാത്രം ഫോക്കസ് ചെയ്യല്ല, എൻ്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കേട്ടല്ലേ, രേണുവിനെ മാത്രമൊന്നും അവൻ ഫോക്കസ് ചെയ്തിട്ടില്ല. എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് അവൻ പറഞ്ഞത്. അല്ലാതെ രേണുവിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇനിയെങ്കിലും ഈ അന്ധത ബാധിച്ച ആൾക്കാരോടാണ് പറയുന്നത്. കുറേ ആൾക്കാരൊക്കെ വന്നിരുന്ന മൂർഖനാണ്, ഏത് നിമിഷം വേണമെങ്കിലും തിരിഞ്ഞു കൊത്തും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നതിന് മുന്നേ ഇവ എന്ത് തെറ്റ് ചെയ്യുമെന്നും കൂടി നിങ്ങളെല്ലാവരും കൂടെ പറ. ഇപ്പോൾ ഇവനെ എല്ലാവരുടെയും മുന്നിലൊരു ലഹരി അടിമയാക്കി ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലോട്ട് ചിത്രീകരിച്ചുകൊണ്ട് വരുവാണ്. നിങ്ങൾ ചിന്തിക്കട്ടെ, ഇവൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കത്തില്ല. അതാണ് ഈ ബന്ധങ്ങളുടെ വിലയെന്ന് പറയണത്. അവർ ഈ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ആ ഒറ്റപ്പെടലും ആ ഒരു വേദനയെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് മെസ്സേജസ് ആണെങ്കിലും എനിക്ക് വരുന്ന കോളാണെങ്കിലും എല്ലാവരും പറയുന്ന കാര്യം, ഞാൻ പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ നന്ദി എന്നെ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഓരോ ന്യൂസുകളൊക്കെ ഇനി വരാം, ഒക്കെ വരാമെന്നൊന്നും അറിയത്തില്ല. കേട്ടോ, അവൻ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഒരു ന്യൂസുകളൊക്കെ വരാം, കുറേ ന്യൂസുകൾ വരാനൊക്കെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ഇവനറിയാം അവർ ഓപ്പോസിറ്റ് നല്ല രീതിയിലുള്ള പ്ലാനിങ് ഉണ്ട്, എന്തോ പണി കൊടുക്കാൻ പോകുന്നുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഒരു ഭാഗമായിരിക്കും ഈ ഒരു വീഡിയോ. സോ അതുകൊണ്ട് എല്ലാവരും കരുതിയിരുന്നു
രേണു പിന്നെ അല്ലെങ്കിൽ രേണു അല്ലെങ്കിൽ വേറെ ആൾക്കാർ, അതായത് രേണുവിൻ്റെ ചുറ്റും നിൽക്കുന്ന വേറെ ആൾക്കാരൊക്കെ എന്തെല്ലാം നാറിയ കളികളാണ് ഇനി കളിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, എല്ലാത്തിനും റിപ്ലൈ ഇടണമെന്നുണ്ട്. ഈ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ് കേട്ടാ, ആരും താവണ്ട. കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പോവാണെങ്കിൽ അങ്ങോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കാം നമുക്ക്. ഇടയ്ക്കൊരു സപ്പോർട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പോട്ടെ, അപ്പം ഞാനപ്പോൾ ഈ കാര്യം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഞാനിത് നോക്കാം. പോട്ടെ, അപ്പം ഈ കാര്യം ഒന്ന് പറയണമെന്ന് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പറയാനായിട്ട് വന്നു, കാരണം കുറെ മെസ്സേജ് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ലൈവ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. എല്ലാവരും കാണുമല്ലോ. അപ്പം ഓക്കെ. ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. കൂടുതൽ ഇതിനകത്ത് വലുതായിട്ടൊന്നും സംസാരിക്കുന്നതൊന്നുമില്ല. എന്തായാലും അവൻ്റെ ഉള്ളിൽ അവന് നല്ലൊരു പേടിയുണ്ട്. അപ്പം ആ പേടി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നല്ല രീതിയിലുള്ള അവനോട് പണി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്, അഥവാ നല്ലോണം ഭയക്കുന്നുണ്ട്. അതിന് ഒരു മുൻകൂറായിട്ട് അവൻ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞതാണ്, അല്ല വേറെ ഒന്നുമല്ല. എന്തായാലും രേണു ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. രേണു എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഓടുന്ന പശുവിന് ഒരു മുഴം മുന്നേ എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ആ സംഭവമാണിത്. അപ്പോൾ എന്തെല്ലാം രേണുവൊക്കെ പ്ലാൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, ഒന്നും ഏക്കത്തില്ല. അവന് ബുദ്ധി വിവരമുള്ളൊരു പയ്യനാന്നും കൂടെ മാത്രം ചിന്തിച്ചാൽ മതി. ഇനി എന്ത് കഥ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ബിക്കോസ് അവൻ വന്ന് അവൻ്റെ ജീവിതം കാര്യങ്ങളും എല്ലാം വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ തുറന്നവൻ എല്ലാം പറഞ്ഞു. ഇനിയൊന്നുമില്ല പറയാനായിട്ട്. സോ അതുകൊണ്ട് അങ്ങനെയൊക്കെ വല്ല പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. എനിക്കിതിൽ കൂടുതലൊന്നും രേണുസുധിയെടുത്തും രേണുസുധിയുടെ കൂട്ടുകാരെടുത്തും എനിക്ക് പറയാൻ താല്പര്യമില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.